അല്ലേ എന്തായാലും നീ കനകനെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എന്തായാലും ഒരു ചെലവ് നടത്തുവാണ്. ഈ കൂട്ടത്തെ നമുക്ക് ആ സുധിയെ കൊണ്ടൊന്ന് വിളിക്കറിയാം. നമ്മുടെ ഗോപിയേട്ടൻ്റെ പേഴ്സണൽ സ്റ്റാഫിലുള്ള. പിന്നെ അവനെ കൊണ്ട് ഒരുപാട് ഉപകാരമുള്ള, അവൻ സെക്രട്ടറി നല്ല ബന്ധമാണ് അവന്. ശരി ശരി. അല്ല ഒരുപാട് ഉപകാരം ചെയ്തത്. ഒരു കാര്യമുണ്ട്, ഞാൻ അന്ന് എന്നെ വിളിച്ച് അവിടെ ഒരു കാര്യം പറഞ്ഞു ഉടനെ എന്നെ സാധിച്ചു തന്നു കേട്ടോ. അതാണ് അവനെ സുധിയെ കൂടെ വിളിക്കാം. സുധിയെ കൂടെ ഒന്ന് വിളിക്കും. നല്ലതാ സുധി, ഇപ്പോഴല്ലേ നമുക്ക് ഭാവിയിൽ ഇനി ഒരുപാട് ഗുണമുള്ള ചെറുക്കനാ. പിന്നെ അളിയ ഒരു വെടിക്ക് രണ്ട് പക്ഷി. അത്രേ ഉള്ളൂ. പിന്നെ സുധിയെ കൂടെ വിളിക്കാം. എന്തിപ്പോ നമുക്കെന്താ, നമ്മുടെ കാര്യം നടക്കും. ഇത് ഞണ്ട്, ഇത് മുയല്. പതുക്കെ തട്ട് പൊടി പറഞ്ഞത്. ഈ ബുദ്ധിമുട്ട് ഒന്നും ഉണ്ടാവില്ല. കൃത്യസമയത്ത് അങ്ങ് വാടക കൊടുത്താൽ എല്ലാ പ്രശ്നവും തീരും. ഏത് വാടകയ്ക്ക് കൊടുക്കണേ? എന്റെ വീട് വാടക കൊടുക്കാൻ പോണല്ലോ. അപ്പൊ നിങ്ങളെങ്ങടെ പോണ്? ഞങ്ങൾ ഇവിടെ താമസിക്കാൻ പോവല്ലേ. ആരാ പറഞ്ഞേ? അതിപ്പോ കനകാളിൻ്റെ ഞാൻ സംസാരിച്ച ആളെ സമ്മതിക്കുമല്ലോ. അതൊന്നും സമ്മതിക്കില്ല. ചേച്ചിനും ചമന്തിനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവല്ലേ? അതെ, ഇങ്ങനെ ആഴ്ചയിൽ ഇവിടെ വന്ന് പൊടിയടിക്കാൻ അവന് ശമ്പളം കൊടുത്ത് ഇരുത്തിയിട്ടൊന്നുമില്ല. എനിക്ക് കുഴപ്പമില്ല. എടാ ഇതിനിപ്പോ നമ്മൾ നിന്റെ ഗോപി സാറിനോട് ഇന്ന് വരാൻ പറഞ്ഞു. എന്തിനാ കനകനോട് വരാൻ പറഞ്ഞു? കാര്യം സംസാരിച്ച അപകടന മാറ്റം കിട്ടി വരില്ലേ? അല്ല ഗോപി സാറ് അത് നടക്കും. അല്ല അത് ശരിയാണ്. അതുകൊണ്ട് അല്ല എങ്കിലും ഞാനീ പറയാ, ഇത് നേരത്തേക്ക് ആയിരുന്നെങ്കിൽ കുറച്ച് വാടക നമുക്ക് കിട്ടിപ്പോയനെ. ഇങ്ങനെ കിടന്ന് അവൻ അവിടെ നിന്ന് തിരിച്ചാ അവൻ അതാ എന്താണ് ഇത്ര നേരം വഴുകി? എപ്പോ പോന്നായി? പണ്ടം വെച്ചില്ല. അളിയെ ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. തെളിഞ്ഞിട്ടുണ്ട്. നീ മുഖമൊക്കെ നല്ല സുന്ദരനായിട്ടുണ്ട്. അതെ, മനസ്സിനിപ്പോ ഒരു സമാധാനം ഉണ്ടാവും. എന്റെ അടുത്ത് പോയതല്ലേ, അതിന്റെ ഒരു തെളിച്ച. എന്ത് വിശേഷം? അങ്ങനെ പോണു. നിനക്ക് 2 ദിവസം ലീവ് എടുത്തും കൂടെ വരാൻ പാടില്ലടാ. അല്ല എന്താ അമ്മാവ, എന്താ കാര്യം? അതൊരു കാര്യം പറയാനുണ്ട്. ഇങ്ങോട്ട് വാ. ഈ വന്ന കാലിൽ നിക്കല്ലേ, വാ. എവിടെ കിട്ടി? ഞാൻ ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കായിരുന്നില്ലേ ഇവൻ വിളിച്ചിട്ട്. പിന്നെ ഭർത്താവ് വരാൻ നേരത്ത് ഭാര്യ പോവാതിരിക്കോ? എങ്ങനെ സഹിക്കണം? നിനക്ക് ഫാസിലില്ലാതെ പറ്റുണ്ടോ? അളിയാ, ഈ ആലപ്പുഴ വള്ളംകളി എന്നാണ് അളിയാ. വള്ളംകളിയോ? എവിടെ? അവിടുത്തെ വള്ളംകളി ഉണ്ടല്ലോ. ആലപ്പുഴയിൽ വള്ളംകളിയോ? പിന്നെ പുന്നമടക്കായൽ. ഓ ഇല്ലില്ല, അതിപ്പോ നിർത്തി. അത് നിർത്തിയല്ലോ. അത് കോഴിക്കോട്ടേക്ക് മാറ്റി. എന്റെ പൊന്നളിയോ, ഞാൻ അങ്ങോട്ട് വരണില്ല. അതല്ലേ നീ ഉദ്ദേശിച്ചത്? നിന്റെ ശല്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ല. അതിനു വേണ്ടി. അല്ല ഇത് പറമാ, എന്താ കാര്യം? പറയാടോ, ധൃതി പിടിക്കല്ലേ, വാ. നിങ്ങട് വാടാ. എന്താണ്? അല്ല നീ ജീവിതകാലം മുഴുവൻ ആലപ്പുഴയിൽ ജോലി ചെയ്ത് ജീവിക്കാൻ പോവാ, ഈ വീട് ഇവിടെ കൂട്ടിയിട്ടിട്ട്? അമ്മാവ് ഈ കാര്യം സംസാരിക്കാനാണ് വെറുതെ എന്നെ അവിടെ നിന്ന് വിളിച്ചു വരുത്തി. അത് തന്നെ, നീ കുറെ ശ്രമിച്ചു, നടന്നില്ല പറഞ്ഞില്ലേ? ഇന്ന് നമ്മൾ ഇവിടെ വെച്ചിട്ട് ആ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കും. എന്ത് കാര്യത്തിന്? എടാ അതിന് വേണ്ടപ്പെട്ട ആളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചേക്കണത്. അതൊന്നും നടക്കൂല അമ്മ. ഇത് ട്രാൻസ്ഫർ ആയേക്കണത് പ്രമോഷൻ ആയിട്ടാണ്. അവിടെ നിക്കണം കുറച്ചു കാലം. അതൊന്നും അല്ല, വിചാരിച്ചാ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. എടാ ഓരോന്നും വിചാരിക്കേണ്ടവര് വിചാരിച്ചാ ഇതെല്ലാം ഇതിന്റെ വലുത് നടക്കും. നിങ്ങളിപ്പോ ഈ ട്രാൻസ്ഫറിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി വിളിച്ചാണ്. അല്ലാതെ എന്നാ പിന്നെ അത് ഫോണിൽ പറഞ്ഞൂടെ? അല്ല ഫോണിൽ പറഞ്ഞ എങ്ങനെ ശരിയാ? നേരിട്ട് വന്ന് നിന്നെ കൂടി കണ്ട് സംസാരിച്ച കാര്യം തീരും. ഇത് അല്ലറ ചില്ലറ ആളെന്നല്ല, വകുപ്പ് മന്ത്രിക്ക് വേണ്ടപ്പെട്ട ആളാ. എന്റെ പാർട്ടിയുടെ നേതാവ് ഗോപി സാറ് ഇന്ന് ഇവിടെ വരുന്നുണ്ട് സംസാരിക്കാൻ. അമ്മാവന് പിന്നെ ആലപ്പുഴയിൽ നിർത്തൂല്ലേ, ഇനി കാസർഗോട്ടോട്ട് ഓടിക്കാനാണ് ഇവൻ ഇടപെട്ടിട്ട്. എന്റെ അമ്മാവ ഇത് പ്രൊമോഷനോട് കൂടിയിട്ടുള്ള ട്രാൻസ്ഫർ ആണ്. കുറച്ചു കാലം അവിടെ ജോലി ചെയ്തേ പറ്റൂ. എടാ വകുപ്പ് മന്ത്രിയായിട്ട് ഇടപെട്ട പ്രൊമോഷനോട് കൂടിയിട്ട് ഇങ്ങോട്ട് മാറിക്കൂടെ? അങ്ങനെ എത്ര പേര് മാറുന്നു? എന്നിട്ട് ആര് വാങ്ങിച്ചു തരാൻ വേണ്ടിട്ടാണ്? എന്താ ഗോപി സാറല്ലേ? ഈറ്റോന്റെ പാർട്ടിയിലെ വലിയ ആളാണ്. ഇവന്റെ പാർട്ടിയിലെ? എന്റെ അമ്മാവ ഇവൻ നടത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടോ വിജയിച്ചത്? ഉണ്ടാ? ഈ നടക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തിനാണ് ഈ ആവശ്യമില്ലാതെ ഇടപെടാൻ നിൽക്കുന്നത്? അതാണ് അവന്റെ ആളാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ വരില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറയാതിരുന്നത്. ഞാൻ അവിടെ ആകെ തിരക്ക് തലക്ക് തീ പിടിച്ച് നിൽക്കുന്ന സമയമാണ്. അവിടെ വേറെ ആരുമില്ല, ഞാൻ മാത്രമല്ല അവിടെ. അതെ അമ്മാവാ, ഞാൻ ഈ കേസ് വിട്ടു കേട്ടോ. നിങ്ങളായി, നിങ്ങളെ ട്രാൻസ്ഫർ ആയി. നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അത് നടക്കുന്നേ. വല്ല കാര്യം ഉണ്ടാ. കള്ളു കുടിക്കാനാണെങ്കിൽ അമ്മാവൻ അത് പറഞ്ഞാൽ പോരെ. ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി അവനെ വിളിച്ച് വരുത്തിട്ട്. ഇതൊരു കഷ്ടം. പോട്ടെട്ടാ, പോയിട്ട് പിന്നെ അടുത്ത ആഴ്ച നീ വണ്ടി എടുത്തേ. അടുത്ത ആഴ്ച ഏതായാലും വന്നില്ലേ, ഇത് നടക്കുന്ന എന്റെ മനസ്സ് പറയണത്. നീ ഇടുവാ, ഫാസിലും വന്ന ഒരു കാര്യം പറയണ്ട്. വാ. ഈ ഗോപി എന്ന് പറയണ ആളെ അങ്ങനെയല്ല. ഈ വാ, ഞാനല്ലേ പറയണത്. വാ കേറാ. എന്താ നോക്ക്, ചിലപ്പോ നടന്നാലോ, ഒന്ന് ശ്രമിച്ചൂടെ? പറഞ്ഞാൽ നടന്ന് ബാക്കിയായി. അതെ, നീ ഇങ്ങോട്ട് ചാടി കളിക്കല്ലേ, ഞാൻ പറയണൊന്ന് കേക്ക്, സമാധാനത്തില് കേക്ക്. ഇതിപ്പോ ക്ലീറ്റസ് ഇങ്ങോട്ട് പറഞ്ഞതല്ല, എന്നാലല്ലേ അവൻ പറ്റിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു ഇങ്ങനെ വീടും പൂട്ടിയിട്ടിട്ട് പാവ അവിടെ പോയി നിൽക്കുകയാണ്. ഇപ്പൊ അത് ഇങ്ങോട്ട് തന്നെ മാറ്റം കിട്ടിയെങ്കിൽ നന്നായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോ തങ്കാണ് പറഞ്ഞത്. നല്ല പിടിപാടുള്ള ആളാണ് ഈ ഗോപി സാറ്. ഗോപി സാറ് വകുപ്പ് മന്ത്രിയായിട്ട് സംസാരിച്ച കാര്യം നടക്കും എന്ന് പറഞ്ഞപ്പോഴാണ് ക്ലീറ്റസ് അതിന് സമ്മതിച്ചത്. എന്റെ അമ്മാവ ഈ തങ്ക ആരാണ്? ക്ലീറ്റസ് പറയണ കാര്യങ്ങളല്ലേ തങ്കത്തിന് അറിയൂ?
അല്ല തങ്കാണ് ഇവരുടെ അവിടുത്തെ അവന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. എന്നാലും ഇപ്പൊ ഈ ഗോപി സാർ ആരാന്നുള്ളതൊക്കെ ഇവര് തമ്മിലുള്ള ബന്ധം വെച്ചിട്ട് തങ്കത്തിന് അറിയില്ലേ? ഇതിലെ ഒരു ഗോപി സാറും ഇല്ല. ഇത് വേറെ എന്തോ പരിപാടിയാണ്. പൈസ പറ്റിക്കാനുള്ള വേറെ എന്തോ ഏർപ്പാട്. അമ്മാവനെന്താ തലക്ക് വെളിവില്ലേ? ഇതുപോലത്തെ ട്രാൻസ്ഫറിന് രാഷ്ട്രീയക്കാരും 3-4 ലക്ഷം രൂപയാണ് വാങ്ങണ. ആണല്ലോ ആ ആണല്ലോ ആ അവിടെയാണ് ഞാൻ ഇവര് വിശ്വസിച്ചത്. അയാൾക്ക് 10 പൈസ വേണ്ടാന്ന്. പിന്നെ എന്നിട്ട് അയാൾക്ക് എന്താണ് പുണ്യം? അതിപ്പോ അവനായിട്ടുള്ള പാർട്ടിയുടെ പിടിപാടായിരിക്കും. അയ്യോ ഇവനെ കണ്ണെടുത്ത ഒരു മനുഷ്യന് കണ്ടുകൂടാ പാർട്ടിയില്. അത് ഇവനെ മാത്രല്ല, വലിയ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരേനൊന്നും പൊതുജനങ്ങൾക്ക് കണ്ടുകൂടാ. ഇതിപ്പോ വേറെ ഒന്നും വേണ്ട. അയാൾ ഇവിടെ വരും, അയാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക, അയാൾ വരണ വണ്ടിയുടെ കാശ് കൊടുക്കുക, പിന്നെ എന്തെങ്കിലും ഒരു ചെറുത് വാങ്ങി കൊടുക്കുക, കാര്യം കഴിഞ്ഞില്ലേ? ഈ ഗോപി സാർ എന്ന് പറയുന്ന ആള് ഈ പാർട്ടിയുടെ എന്തോ ഭയങ്കര ആളാണ്, പിന്നെ മന്ത്രിമാരുടെ ഇതിലൊക്കെ ഭയങ്കര പിടിപാടുള്ള ആളാണെന്നല്ലേ പറഞ്ഞത്. അയാൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് പിന്നെ ഈ കുപ്പിക്കും വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരുമോ? എടാ സൗഹാർദ്ദം ഉണ്ടെങ്കിൽ പിന്നെന്താ കുഴപ്പം? അമ്മാവന് കള്ളു കുടിക്കാനാണെങ്കിൽ അത് പറ. വെറുതെ ആലപ്പുഴ കിടന്ന് അവനെയാണ് വിളിച്ചു വരുത്തിട്ട് പുള്ള കളിക്കണത്. നിങ്ങളൊരു കാര്യം ചെയ്യോ, ഇന്നിപ്പോ ഗോപി സാർ ഇങ്ങോട്ട് വരുമല്ലോ. എനിക്കൊരു ഗോപി സാറും കാണണ്ട. എടാ വരുമെന്ന് പറഞ്ഞു. വേണ്ടാന്ന്, എന്റെ ട്രാൻസ്ഫറിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അതിന് ഇവന്റെ ആവശ്യമില്ല എനിക്ക്. ഇനിയിപ്പോ കാശ് ചെലവാകുന്നാണ് എന്റെ പൂതിക്ക്. നീ പേടിക്കണ്ട, 10 പൈസ നിങ്ങൾക്ക് ചെലവാവില്ല. ഈ കാര്യം നടക്കാൻ വേണ്ടിട്ട് പൈസ വേണം, ഞാൻ ചെലവായിക്കോളാം. എന്റെ കയ്യിൽ പൈസ ചെലവാക്കാൻ ഇല്ല. വേണ്ട, പൈസയുടെ അല്ല, നീ പറഞ്ഞു പിടിച്ചു വരുമ്പോ വേറെ വല്ല ഇടങ്ങേറുണ്ടാക്കുവോ ഇതും പറഞ്ഞിട്ട്? എന്റെ ഫാസിൽ എന്താ ഇടങ്ങറ്? അയാൾ ഇവിടെ വരുന്നു, നമ്മൾ നേരിട്ടിട്ട് ഇതാണ് കനകൻ, ഇവന്റെ ജോലിയുടെ മാറ്റം ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് അയാൾ ഓക്കെ പറഞ്ഞിട്ട് നടന്നങ്ങക്ക് പിടിക്കോ? എപ്പോ വരും അയാള്? അയാളിപ്പോ വരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതല്ലേ കാത്തിരിക്കണ്. ആണോ? ഇത് നടക്കില്ല, വെറുതെ അതിനെ മെനക്കണം. കനക അയാലും വരണല്ലേ, ഒന്ന് കേക്ക വരട്ടെ ആള്. എന്ത് നോക്കാനോ? ഇവിടത്തോളം നമ്മളടുത്ത് പറഞ്ഞ കാര്യം നടക്കില്ല എന്ന് കൃത്യമായിട്ട് അറിയാം. അതിന് അമ്മാവനെ പിടിച്ചിരിക്കുകയാണ്. അതെ, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളൊന്ന് ക്ഷമിച്ച് ഇവിടെ ഇരിക്കും. അയാൾ വന്നൊന്ന് പോയിക്കോട്ടെ. ഇപ്പൊ ദേഷ്യപ്പെട്ടാവും പോയിട്ടുണ്ട്. ഇനിയിപ്പോ അവൻ എന്താ പറയണമെന്ന് നോക്കട്ടെ. ഞാനേ ഒന്ന് കണ്ടിട്ട് വരാം. ഇവിടെ ഇരിക്കട്ടോ. ഓരോ വണ്ടിയും വരെ ഉണ്ടാക്കണം. നീ എന്തിനാ ഞാനിവിടെ വന്നിട്ട് അന്വേഷിച്ചിട്ട് വിളിച്ചു പറഞ്ഞു തരൂലായിരുന്നു എന്താ കാര്യം? എന്തോ ഭയങ്കര സംഭവമാണ്. നീ എത്രയും പെട്ടെന്ന് ഇടുവാന്ന് പറഞ്ഞിട്ട് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ വരാതിരിക്കാൻ പറ്റുമോ? ഗോപിയേട്ടാ, ഒന്നുമില്ല. എത്ര മണിക്ക് എത്തണേ? മതി 12:30, കുഴപ്പമില്ല. ഞാൻ വിളിച്ചത് വേറൊരു കാര്യം പറയാനാണ്. നമ്മുടെ ഗോപിയേട്ടൻ്റെ ആ പേഴ്സണൽ സ്റ്റാഫ് ഉണ്ടല്ലോ, നമ്മുടെ സുധി, അവനെയും കൂടെ ഒന്ന് കൂട്ടിക്കോണേ. ഇല്ല, അത് സുധി കുറച്ച് ദിവസമായിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ്, അവൻ എൻ്റെ വീട് കണ്ടിട്ടില്ല, അപ്പോൾ ഇങ്ങോട്ട് വരണമെന്ന്. അപ്പോൾ ഈ ഗോപിയേട്ടൻ്റെ കൂടെ അവനെയും കൂടെ ഒന്ന് കൂട്ടിയാൽ കൂടെ ഉണ്ടോ? എന്നാൽ പിന്നെ അവനെ കൂടെ കൂട്ടിക്കോണേ. ഒന്നുമില്ല, പോത്തുണ്ട്, പോത്ത് ഒലത്തി വെച്ചിട്ടുണ്ട്. പിന്നെന്താ? അതൊക്കെ ഉണ്ട് ഗോപിയേട്ട, എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വണ്ടി ഞാൻ ഡ്രൈവറുടെ കയ്യിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഗോപിയേട്ടൻ്റെ. അപ്പോൾ ഗോപിയേട്ട നേരത്തെ എത്തണേ. ശരി, ഓക്കെ ഗോപിയേട്ട, ഓക്കെ. കർത്താവേ, അപ്പം ആ സൈഡ് ഓക്കെ. സുധി, എടാ, ഞാൻ വിളിച്ചതേ, ഗോപിയേട്ടൻ ഉച്ചയ്ക്ക് ഇവിടെ വരണുണ്ടേ. അപ്പോൾ ഗോപിയേട്ടൻ്റെ കൂടെ നീയും കൂടെ വരണം. ഞാൻ ഗോപിയേട്ടനെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി. നീ ഗോപിയേട്ടൻ്റെ കൂടെ ഇവിടെ വരണം. കാര്യമുണ്ട്, കാര്യമുണ്ട്. ഒരു സന്തോഷം നീ അറിഞ്ഞല്ലോ, എനിക്ക് പാർട്ടിയിൽ സ്ഥാനക്കയറ്റം തന്ന കാര്യം. പിന്നെ ഒപ്പം എൻ്റെ തങ്കത്തിനെ മറ്റേ തൊഴിലുറപ്പിലും ചെറിയൊരു സംഭവമൊക്കെ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സന്തോഷമായിട്ട് ഗോപിയേട്ടനെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പം നീ കൂടെ വരണം, വന്നേ പറ്റൂ. ഇല്ലടാ, ഗോപിയേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയണം, നീ ഇങ്ങോട്ട് കേട്ടാൽ മതി. വന്നേക്കണേ. ശരി, ഓക്കെ. കർത്താവേ, അപ്പം ആ സൈഡ് ഓക്കെ ആയി. ഇവിടെ ഉണ്ടായിരുന്ന എന്നമ്മാവാ? അല്ല, ഞാൻ ഗോപി സാറ് വരുമോന്ന് അറിയാൻ വേണ്ടിട്ട്. ഗോപിയേട്ടൻ വരും. ഞാനപ്പോൾ സദ്യക്ക് ഇല എവിടെ നിന്ന് മുറിക്കാന്ന് നോക്കായിരുന്നേ. നമുക്ക് വേണ്ട മറ്റേ പേപ്പറിൽ മേടിക്കാം. അത് വേണ്ട, നമുക്ക് നല്ല നാടൻ ഇലയിൽ തന്നെ കൊടുക്കണേ. ഗോപിയേട്ടനെ ഈ ഇലയിൽ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമുക്ക് ഒരുക്കട്ടെ, ഞാൻ എന്തിനേലും കൂടാ. ഒരുക്കങ്ങളൊക്കെ ഞാൻ ഒരുക്കി കഴിഞ്ഞ്, കൊഞ്ച്, നെമ്മീന്, പോത്ത് എല്ലാം ഇവിടെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതങ്ങോട്ട് വെന്താ മതി, എല്ലാം ഓക്കെ. ഭക്ഷണത്തിന്റെ മുമ്പ് കുപ്പി പൊട്ടിക്കേണ്ടി വരും. അത് പൊട്ടി, അത് നമുക്ക് നൈസായിട്ട് ആ സംഭവത്തിലാണ് നമ്മൾ ഇതങ്ങോട്ട് അവതരിപ്പിക്കുന്നത്. അതിന് പിന്നെ ഈ ഏത് കാര്യം അവതരിപ്പിക്കാൻ അവനൊരാൾ നല്ലതാണല്ലോ. നമ്മുടെ ഈ കനകനെയും ഫാസിലിനൊക്കെ മൂപ്പരുടെ കൂടെ കൂട്ടിയാൽ കുഴപ്പമുണ്ടായി. അവരെ നിർത്തിക്കോ, പക്ഷെ അവരെ ഒപ്പം ഒഴിച്ച് കഴിക്കാന്ന് പറയും. ഞാനും ചിലപ്പോൾ ഗോപിയേട്ടനുമായിട്ടിരുന്ന് വരണം കഴിക്കും. ഞങ്ങളിങ്ങനെ ബഹുമാനത്തോടെ നിൽക്കാം. അത് പാടുള്ളൂ. നമുക്ക് കാര്യം നടന്നു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അവനെ അത് അങ്ങനെ ഒരു ഇതാക്കാം. ചെല്ലി എന്നാ ഞാൻ അവൻ്റെ അടുത്ത് എന്നിട്ട് പറയട്ടെ. ഇടയിൽ പോവും ചിലപ്പോൾ, ഫാസിൽ ചിലപ്പോൾ എന്തിനേലും കയറാക്കി കൊണ്ടായാലോ.
അത് വേണ്ട അവിടെ നിൽക്കാൻ ഞാൻ അവിടെ പറയാം നീ വേറെ റെഡിയാക്കല്ല ചെല്ലേ. അല്ല ഞാൻ ഇല ഏത് മുറിക്കാൻ നോക്കുമായിരുന്നു. അത് അത് തന്നെ നീല കയറ്റി നീല അത് തന്നെ അതിനുള്ളിലോട്ട് പോന്നാ മതി. ആ നേരെ വന്നോട്ടെ അത് തന്നെ. ആ ശരി വന്നു നമ്മളെ കയറ്റതി. അതെ വരുമ്പോ ഇച്ചിരി ബഹുമാനം കൊടുത്ത് നിൽക്കണേ. നീ ബഹുമാനിച്ചാ പോലെ ഞങ്ങൾ ബഹുമാനിക്കണമെന്ന്. എന്നാലും പാർട്ടിയുടെ വലിയ ആളാളിയാ. എന്താ പിന്നെ കാര്യം ചെയ്യാം, ഞങ്ങൾ എല്ലാം കൂടി എണീറ്റ് നിന്നൊരു സല്യൂട്ട് അടിക്കാൻ വേണം. ഞാൻ വന്നു അതെ വന്ന് സല്യൂട്ട് അടിക്കണം പറ. വലിയ ആളാ വണ്ടി ലോണാണ്. അല്ലേ ഇവൻ പ്ലാത്താങ്കര സുധി. അതെ ഇവൻ എന്തിനാണെന്ന് ഗോപിയേട്ടൻ്റെ കൂടെ വന്നത്. ഇവൻ പാരയാണ്. ഇവൻ്റെ മുമ്പിൽ വെച്ച് നമ്മൾ ഒന്നും പറയരുത്, എനിക്ക് ആകെ കുഴപ്പമാവും. അപ്പൊ വരാൻ പാടില്ല. ഇവ എങ്ങനെ വന്നോണ്ടോ. അതെ ഞാൻ ഡീൽ ചെയ്തോളാം. തൽക്കാലം നിങ്ങളാരും ഒന്നും മിണ്ടണ്ട. ആകെ കുഴപ്പമാവും. ഗോപിയേട്ടാ നമസ്കാരം. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായി? ഇതെന്റെ അളിയൻ. അല്ല ഇതാ എന്റെ അമ്മാവൻ. ഇത് എന്റെ അളിയൻ. ഇത് അളിയന്റെ കൂട്ടുകാരൻ. ഇവനാണ് KSEB ഇവന്റെ പെങ്ങളെയാണ് ഞാൻ കല്യാണം കഴിച്ചേക്കണേ. അതാണ് അതാ പറഞ്ഞു പറഞ്ഞേ. ഓ സുഖമാണല്ലോ അല്ലേ? അപ്പൊ നമുക്കേ എന്തേലും ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അതല്ലേ നല്ലത്. എന്താ പിന്നെ കാണാം. സുധി സുധീനോട് നിർബന്ധമായിട്ടും വരണം എന്ന് പറഞ്ഞു ഇപ്പൊ ഫോൺ ചെയ്താണ്. പിന്നെന്താ സുധി വന്നത് അബദ്ധായി എന്ന് പറഞ്ഞു. കണ്ടാ ഇതെന്തോ ചീഞ്ഞ കേസാണ്ടാ. കണ്ട എങ്ങനെയുണ്ട്? ഈ വിഷയം തന്നെയാണ് ഞാൻ അമ്മാവനോട് ആദ്യം പറഞ്ഞത്. അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത്? ക്ലീറ്റോ ഗോപിയേട്ടാ ഒരു നിമിഷം. എന്താ മാവാ ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പ് ആ സാധനം കൊടുന്ന് പൊട്ടിച്ച് 2 കൊടുക്കണ്ടേ? അത് പാടില്ല. മറ്റവൻ കുഴപ്പമാണ്. അവൻ പാരയാണ്. അവൻ എനിക്ക് തോന്നുന്നു പാർട്ടിയിലെ മുതിർന്ന വേറെ ആരോ പറഞ്ഞു വിട്ടേക്കണം. ഈ ഗോപിയേട്ടൻ എങ്ങനെയും പാർട്ടിയെ തള്ളിയിടാൻ കുറേ പേര് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് അത് വേണ്ട. സാധനം നമുക്ക് ഗോപിയേട്ടൻ പോകുമ്പോൾ വണ്ടിയിൽ പൊതിഞ്ഞ് വെച്ച് കൊടുക്കാം. കഴിക്കണ്ട. ഇവിടെ നീ തള്ളിയിടാനിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തണ എന്തിനാണ്? വലിയ ആളാണ്. നമുക്ക് ട്രാൻസ്ഫറിന്റെ അത് തഞ്ചത്തിൽ ഞാൻ സംസാരിച്ചോളാം. അത് സംസാരിക്കേണ്ട എളുപ്പം. ഇപ്പൊ സംസാരിച്ച കുഴപ്പമാണ്. ഈ സുധി കുഴപ്പക്കാരനാണേ. സുധി വന്നോണ്ട് നമുക്ക് നേരിട്ട് പറയാൻ പറ്റില്ല. നിങ്ങൾ ഭക്ഷണം കഴിക്കാം. എല്ലാവരും ഇപ്പൊ എങ്ങനെയുണ്ട്? ഇത് തിരുപ്പാണ്. ഇത് ഇവന്റെ എന്തൊക്കെയോ പരിപാടികളാണ്. വാടാ നമുക്ക് പോവാം. നിക്ക് എങ്ങടേ പോണ്? അതെന്താ പരിപാടി അറിഞ്ഞിട്ട് പോയാ മതി. എന്തിന് ഇതെന്താ അത്ര അറിയാനുള്ളത്? അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഇന്നോടാ അവന്റെ കളി. അതെ നീ ഒന്നേ നിക്കുന്നു. വാ നമുക്ക് ആ സാറിന് പിണക്കണ്ട. അങ്ങോട്ട് നടക്കടാ. എന്തിനാണെന്ന് നോക്കാലോ. വാ. സദ്യ അസലായി. ഇത്രയും നല്ല പോത്തുകറി ഞാൻ എന്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. അതെ ഇവള് ഭയങ്കര കൈപുണ്യകാരി. പിന്നെ നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു. ഒന്നുകൊണ്ട് വിഷമിക്കാം. സന്തോഷം. പിന്നെ ചായ കൂടെ കുടിച്ച് ഇറങ്ങിയപ്പോലെ വീട്ടാ മിനിസ്റ്റർ വെയിറ്റ് ചെയ്യാ. അപ്പോ എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട്. സന്തോഷം. പിന്നെ ഗോപിയേട്ട സ്കോച്ചും മറ്റേ ബാക്കിയുള്ള പോത്തും ഒക്കെ ഞാൻ വണ്ടിയിൽ ഡിക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്. അതാ കേട്ടോ. എന്തായാലും പോകുമ്പോ പറഞ്ഞില്ലേ ക്ലീറ്റോ, നീ പറഞ്ഞ പോലെ എല്ലാം ഞാൻ ശരിയാക്കി തരാം. പിന്നെ പക്ഷെ എന്തായാലും എനിക്ക് നേരിട്ട് അങ്ങോട്ട് പറയാൻ പറ്റില്ല ഇവന്റെ കാര്യം. അതാ ഒരു വിഷമം. നേരിട്ട് പറഞ്ഞല്ലോ. നിങ്ങൾ എന്താ വിചാരിച്ച ക്ലീറ്റസിനെ പറ്റി? ഞാനിത് നേരിട്ട് അവതരിപ്പിച്ച് നിങ്ങൾ ആരും അറിഞ്ഞില്ല. എപ്പോ നീ എങ്ങനെ അവതരിപ്പിക്കും? മറ്റേ ആ ചങ്ങാതി കൂടെ ഉള്ളതുകൊണ്ട് ഒന്നും പറയണ്ടെന്ന് പറഞ്ഞില്ലേ? അയ്യോ എന്റെ അളിയാ. പിന്നെ അയാള് രണ്ടാമത് ബീഫ് വേണമെന്ന് പറഞ്ഞില്ലേ, പോത്ത് വേണമെന്ന് പറഞ്ഞില്ലേ? ആ സമയത്ത് ഞാൻ ഇത് അവതരിപ്പിച്ചു. എടാ പോത്തെ അത് തങ്കമല്ലേ വിളമ്പിക്കൊടുത്ത്. നീ അപ്പൊ അപ്പുറത്തെ സൈഡിൽ നിൽക്കായിരുന്നില്ലേ? നീ അത് ശ്രദ്ധിച്ചത് ശരിയായില്ല. ഞാൻ ശരിക്കും ശ്രദ്ധിച്ചെന്നേ. അയാൾ പോത്ത് ക്ലീറ്റ് ഒച്ചിരി പോത്തോടെ താന്ന് പറയുമ്പോൾ ഞാൻ പോത്ത് കൊണ്ട് കൊടുക്കുന്ന സമയത്ത് ഞാൻ അതൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു അവതരിപ്പിച്ചു. അല്ല പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ അയാൾ പോകുമ്പോ ഞാൻ എല്ലാം ശരിയാക്കാന്ന് പറഞ്ഞത്. പിന്നെ മാത്രമല്ല അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ഞാൻ ഒന്നുകൂടെ ഓർപ്പിച്ചത് ഇതാ. അതാണ് അല്ലേ? പിന്നെ അപ്പൊ ഇവൻ മാറ്റം കിട്ടും. പിന്നെ ഒരു കാര്യം ചോദിച്ചു, തിരുവനന്തപുരത്തേക്ക് തന്നെ വേണോ, നേരത്തെ ഇരുന്ന ഓഫീസിൽ വേണോ, എവിടെ വേണോ എന്നുള്ളത് കൂടെ ചോദിച്ചേക്കാണ്. എന്താണ്?
അല്ല അവിടെ തന്നെ മതിയില്ലേ? പഴയ ഓഫീസ് മതിയല്ലോ. അല്ല വിചാരിച്ചാൽ നടക്കൂട്ടോ, കാരണം മന്ത്രി വരെ മൂപ്പരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണല്ലോ. പക്ഷെ അതിന്റെ അഹങ്കാരം ഒന്നും അയക്കില്ല. നല്ല മനുഷ്യൻ, ഇത്രയും തങ്കപ്പെട്ട മനുഷ്യൻ. കാരണം എന്നെ പോലുള്ള ഒരാളൊക്കെ ഒരു കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് കേൾക്കുവേ. ഇപ്പോഴാടാ നീ ഇവിടെ നിന്ന് എത്ര നന്നായി. ഇപ്പൊ നേരിട്ട് എന്നെ കണ്ടപ്പോ സംഗതി ഒക്കെ ഇല്ലേ? ആ ഇനിയിപ്പോ എത്ര റുപ്യ ഇപ്പൊ ചെലവ് അത് പറ, ഒരു നല്ല കാര്യത്തിനല്ലേ. നമ്മളെ അളിയനൊരു വിലയില്ലല്ലോ. ചെലവ് പിന്നെ ഞാൻ ഇതിൽ നോക്കട്ടെ, ഇതിനകത്ത് ഞാൻ കുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അൻസാറാണ് കാർ ഏർപ്പാട് ചെയ്തത്. കാറിന്റെ 1700, പിന്നെ പോത്ത്, കൊഞ്ച്, അത് ഇത് എല്ലാം കൂടെ ഇപ്പൊ 4100 രൂപയായി. വലിയൊരു കാര്യം നടക്കാൻ പിന്നെ അതൊന്നും അടക്കം ആ 4100. 4100. കനക അതാണ് വലിയ വലിയ ആൾക്കാർ വിചാരിച്ചാൽ. ഒരു കാര്യം ചെയ്യ്, അളിയന് വേണ്ടി ഞാൻ ഇനി ഒന്നും ചെയ്തില്ല എന്ന് വേണ്ട. 4000 രൂപ അമ്മാവൻ തന്നാൽ മതി. 100 രൂപ എന്റെ കണക്ക്. അതൊന്നും വേണ്ട. നീ ഇത്ര ജീവിതത്തിൽ ആദ്യമായിട്ട് നീ ഒരു നല്ല കാര്യം ചെയ്തതാണ് ക്ലീറ്റസ്. നീ അത് പറയണ്ട, അത് പിടിക്കും. എണ്ണിയോക്കെ 5000 ഉണ്ടോ? 5000 അല്ലേ? ഒരു കാര്യം ചെയ്താ ഇത് മതി. 4000 മതി. വേണ്ട. നീ 5000 നീ വെച്ചോ. 100 രൂപ എന്റെ കണക്ക്. വേണ്ടെന്നേ, അത് അണക്ക് അർഹതപ്പെട്ടതല്ലേ, നീ വെച്ചോ. അർഹതപ്പെട്ടതാ? ആ എന്താ അർഹതപ്പെട്ടത്? എടാ എന്റെ അമ്മയ്ക്ക് പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ 5000 നിനക്ക് 5000 പെനല്ലേ കൊടുക്കാറ്. ആ പ്രാവശ്യത്തെ പെൻഷൻ കിട്ടിയപ്പോ 5000 റുപ്യ നിനക്ക് കൊടുക്കാൻ പറഞ്ഞു തന്നു. ആ കാശ് ഞാൻ അങ്ങോട്ട് തന്നു. അല്ല അതും ഇതുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുത്തും? അപ്പൊ അളിയന്റെ ട്രാൻസ്ഫറിന് വേണ്ടി ഞാൻ ഇപ്പൊ ചെലവാക്കി ആ പൈസ എവിടെ? അപ്പൊ അളീന് ട്രാൻസ്ഫർ കിട്ടുമ്പോ ഞാൻ അങ്ങോട്ട് തരും. ഇപ്പൊ നീ കണക്കിൽ വെച്ചോ. അമ്മാവാ ഇല്ല, ആ ഡേറ്റ് ഒന്ന് കുറിച്ച് വെച്ചേറാ. ട്രാൻസ്ഫർ കിട്ടുമ്പോ തിരിച്ചു തരണ്ടല്ലേ. അവന്റെ ഒരു മന്ത്രിയുടെ ആള് വന്നാടേ.